നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീനാഥ്, കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ്, മാക്സ് കെയർ ക്ലിനിക്, കായംകുളം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഹൈപ്പർ തൈറോയിഡിസം എന്നതാണ്. ഒരാളുടെ തൈറോയ്ഡ് ഗ്രന്ഥി കൂടുതൽ പ്രവർത്തിക്കുമ്പോഴാണ് ഹൈപ്പർ തൈറോയിഡിസം എന്നൊരു രോഗാവസ്ഥ ഉണ്ടാകുന്നത്. ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആൾക്കാർക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നെഞ്ചിടിപ്പ് അനുഭവപ്പെടുക, ക്രമാതീതമായി ഭാരം കുറയുക, വിറയൽ അനുഭവപ്പെടുക എന്നിവയാണ്. സ്ത്രീകളിൽ ആർത്തവ സംബന്ധമായിട്ടുള്ള മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. ടെക്നീഷ്യം സ്കാൻ എന്നുള്ള ഒരു സ്പെഷ്യൽ സ്കാൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം ഡയഗ്നോസ് ചെയ്യുന്നത്. ഒരിക്കൽ ഡയഗ്നോസിസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായും 3 രീതിയിലുള്ള ചികിത്സാ രീതിയാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സാ രീതി റേഡിയോ അയഡിൻ അബ്ലേഷൻ എന്നുള്ളതാണ്. അത് ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റുള്ള ആശുപത്രിയിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഈ റേഡിയോ അയഡിൻ അബ്ലേഷനിൽ നമ്മൾ ചെയ്യുന്നത് റേഡിയോ ആക്റ്റീവായിട്ടുള്ള അയഡിൻ നൽകുകയും ഈ റേഡിയോ ആക്റ്റീവ് അയഡിൻ നമ്മുടെ അമിതമായിട്ട് പ്രവർത്തിക്കുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയിൽ ചെന്ന് അതിനെ നിശബ്ദമാക്കുകയും ചെയ്യുന്നു. 90% ആളുകളിലും ഈ ഒരു റേഡിയോ അയഡിൻ അബ്ലേഷൻ ഒരിക്കൽ ചെയ്താൽ തന്നെ പൂർണ്ണമായിട്ടും രോഗമുക്തി ഉണ്ടാകുന്നതാണ്. ഇനി രണ്ടാമത്തത് മെഡിസിൻസ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. മെഡിസിൻസും സേഫായിട്ടുള്ള മെഡിസിൻസ് ആണ്. നമുക്കൊരു 1.5-2 വർഷം വരെ മെഡിസിൻസ് എടുക്കേണ്ടതായിട്ട് വരും. മൂന്നാമത്തെ ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സർജറിയാണ്. അത് വളരെ ചുരുക്കം ചില കേസുകളിൽ മാത്രമാണ് നമുക്ക് വേണ്ടി വരുന്നത്.